പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഛർദിയും തലചുറ്റലുമായി ചികിത്സ തേടിയ സ്വകാര്യ സ്കൂൾ അധ്യാപിക മരിക്കാനിടയായ സാഹചര്യം അന്വേഷിക്കണമെന്ന് ഭർത്താവും കുടുംബവും. പുനലൂർ കോട്ടവട്ടം സ്വദേശിനിയായ 34-കാരി അശ്വതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് ശ്രീഹരിയും ബന്ധുക്കളുമാണ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് അശ്വതിയുടെ മരണത്തിനിടയാക്കിയതെന്നും ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, വകുപ്പ് സെക്രട്ടറി തുടങ്ങിയവർക്ക് പരാതി നൽകിയതായി ശ്രീഹരി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന സമയത്ത് അശ്വതിക്ക് ഛർദിയും തലചുറ്റലും അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. സ്ട്രക്ചറിൽ കിടത്തിയ അശ്വതിക്ക് ചികിത്സ ആരംഭിച്ചത് വൈകിയാണ്. ഏതോ മരുന്ന് കുത്തുവെച്ചതിനെ തുടർന്ന് ശരീരത്തിൽ വലിയ ചൂട് അനുഭവപ്പെടുന്നതായി പറഞ്ഞു. ഡ്യൂട്ടി ഡോക്ടറോട് വിവരം പറഞ്ഞപ്പോൾ CT സ്കാൻ എടുത്തു. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അശ്വതിയുടെ അവസ്ഥയിൽ സംശയം തോന്നി ബഹളം വെച്ചപ്പോൾ ഡോക്ടർ വന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. പിന്നീട് മൃതദേഹമാണ് കാണിച്ചതെന്നാണ് ഭർത്താവ് ശ്രീഹരി പറയുന്നത്. വയറ്റിലുണ്ടായ പഴുപ്പാണ് മരണകാരണമെന്ന അശ്വതിയുടെ സംസ്കാരം പൂർത്തിയാകും മുൻപേ ആശുപത്രി സൂപ്രണ്ട് അഭിപ്രായപ്പെട്ടതിൽ ദുരൂഹതയുണ്ട്. അണുബാധയുണ്ടായതായും ജീവിതത്തിരക്കിൽ രോഗം അവഗണിച്ചതാണ് മരണകാരണമെന്നും ഡോക്ടർ പറയുമ്പോൾ അശ്വതിക്ക് അതുവരെ ആരോഗ്യപരമായി ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്നതാണ് സത്യം. ആശുപത്രിയിൽ അധികൃതർ പറയുന്ന ഗുരുതരാവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ബന്ധുക്കളെ അറിയിക്കുകയോ മറ്റ് ആശുപത്രികളിലേക്ക് അയക്കാതിരിക്കുകയോ ചെയ്തതിന്റെ കാരണവും അറിയേണ്ടതുണ്ടെന്ന് ശ്രീഹരി പറയുന്നുണ്ട്.